39 ദിവസത്തിനുള്ളിൽ പോറ്റി സ്വർണം എന്ത് ചെയ്തു? ഒപ്പം ഈ സ്വർണം പൂശാനായി പാളികൾ എത്തുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. അവിടെ എത്തി ഇത് സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശില്ല എന്നൊക്കെ ആദ്യം ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഈ സ്മാർട്ട് ക്രിയേഷനുമായുള്ള ഇടപാടുകൾ അതിൽ വലിയ ദുരൂഹതയുണ്ട്. അന്വേഷണം ഇനി സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൂടി എത്താനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത് റഹീസ്? ഉറപ്പായും സ്മാർട്ട് ക്രിയേഷൻസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടി വരും ആര്യ. 2 റിപ്പോർട്ടും വായിച്ചതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ നിയമവിദഗ്ധർ അത്ഭുതത്തോടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന്റെ പ്രതിപട്ടികയിൽ വരാത്തത് എന്നതാണ്. കാരണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് കൃത്യമായി ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച സ്വർണ്ണപ്പാളി റിപ്പോർട്ടിലും ഒപ്പം കട്ടളപ്പാളി റിപ്പോർട്ടിലും കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. ഭക്തരെ പറ്റിക്കുന്ന, ഭക്തരെ ചൂഷണം ചെയ്യുന്ന, ഭക്തർ കൊടുക്കുന്ന സ്വർണമല്ല ഈ ശബരിമലയിലെ സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിലും മറ്റും പൂശുന്നതെന്ന് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. ആദ്യം കൊടുത്ത മൊഴി തെറ്റിച്ചു പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിപട്ടികയിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നതാണ് നിയമരംഗത്തുള്ളവർ പറയുന്നത്. പക്ഷേ അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഇതുവരെയുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും പങ്കജ് ഭണ്ഡാരി എന്ന അതിന്റെ സിഇഒയുടെ മൊഴിയും അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ്. നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ റാന്നി കോടതിയിൽ ഇവിടെ ഹാജരാക്കിയതിനു ശേഷം സ്വാഭാവികമായും അറസ്റ്റ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിലേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ശബരിമല സന്നിധാനമാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്നും ഉടൻ, അതായത് ഇന്ന് അറസ്റ്റ് ഉണ്ടായി തൊട്ടടുത്ത ദിവസം കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ പോലും ഇന്ന് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുകയാണ്. ഒപ്പം അവിടെ സ്വർണ്ണ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികളുടെ സമർപ്പണം ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലം, ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു 22-ന് നട 5 ദിവസത്തേക്കാണ് തുറക്കുന്നത്. നട അടയ്ക്കുന്ന 22-ന് ഇവിടെ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നിരവധിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഏറ്റവും ആദ്യം കൊണ്ടുപോകേണ്ട, ഏറ്റവും പ്രധാനമായും തെളിവുകൾ എടുക്കേണ്ട സന്നിധാനമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയാൽ പോലും ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ ബംഗളൂരുവിലേക്കോ ഒക്കെ അല്ലെങ്കിൽ ശ്രീരാംപുരത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്കോ ഒക്കെ ആയിരിക്കും ആദ്യം കൊണ്ടുപോകാനുള്ള സാധ്യതകളുള്ളത്. ഇപ്പോൾ നേരത്തെ പ്രസാദ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് സ്വർണം വീതിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ 9 ഉദ്യോഗസ്ഥരാണ് ആദ്യ FIR-ൽ പ്രതിപട്ടികയിലുള്ള 9 ഉദ്യോഗസ്ഥരെ കൂടാതെ രണ്ടാമത്തെ FIR-ലെ പ്രതിപട്ടികയിൽ തിരുവാഭരണ കമ്മീഷണറായി വരുന്നുണ്ട്. അതായത് ആള് മാറുന്നുണ്ട്. N വാസുവാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാർ ഉണ്ട്, മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറുണ്ട്, K സുനിൽകുമാർ എന്ന ദേവസ്വം പൊതുമരാമത്തിന്റെ AU ഉണ്ട്, ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉണ്ട്, 3 തിരുവാഭരണ കമ്മീഷണർമാരുണ്ട്. ഒപ്പം മറ്റൊരു കമ്മീഷണറായ N വാസു സ്വർണ്ണമെന്ന് എഴുതിയത് ചെമ്പാക്കിയത് വാസുവാണ്. റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതനുസരിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് തന്നെയാണ് അന്വേഷണം ചെന്ന് നിൽക്കുന്നതും. ആദ്യം തന്നെ N വാസുവിന്റെ മൊഴികൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു വിജിലൻസിന്റെ റിപ്പോർട്ടിലും നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി മെയിൽ സന്ദേശം അയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപൂശലുമായി ബന്ധപ്പെട്ട് അനുമതി തേടിക്കൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ഈ എൻ വാസു ചുമതലയുണ്ടായിരുന്ന സമയത്ത് അയച്ച കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും N വാസുവിന് അന്ന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് ചോദിക്കുമ്പോഴും അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തനിക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളൊരു മറുപടി മാത്രമാണെന്ന് N വാസു നൽകിയത്. ഇനി കൃത്യമായ അന്വേഷണം N വാസുവിലേക്ക് തന്നെയായില്ലേ SIT സംഘത്തിന്റെ?
സ്വാഭാവികമായും SIT സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ പ്രതിപട്ടികയിലുള്ള എൻ വാസുവും ഉൾപ്പെടും. നേരത്തെ പറഞ്ഞതനുസരിച്ച് എൻ വാസുവിന് ഇമെയിൽ അന്ന് എൻ വാസു ആദ്യം ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ പദവിയിൽ കുറെ കാലം ഇരുന്നയാളാണ് എൻ വാസു. അതിനുശേഷമാണ് ദേവസ്വം പ്രസിഡന്റ് എന്ന രാഷ്ട്രീയ നിയമനം എൻ വാസുവിന് കിട്ടുന്നത്. ഈ രണ്ട് സമയത്തും എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വരികൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എൻ വാസു ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്താണ് ബാക്കി വന്നിരുന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയക്കുന്നത്. ആ സമയത്ത് മറ്റ് ഇടപാടുകളൊന്നും തനിക്കില്ല, അല്ലെങ്കിൽ പോറ്റി അറിയുമായിരുന്നില്ല. മെയിൽ വന്നത് എന്തിനാണെന്ന് പോലും വ്യക്തമല്ല. അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു എന്നതായിരുന്നു എൻ വാസു പറഞ്ഞിരുന്ന ന്യായീകരണം. പിന്നീടാണ് കട്ടളപ്പാളിയിലെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ മിനിഞ്ഞാന്ന് പുറത്തുവിടുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്ന് എഴുതിയ ഭാഗം ചെമ്പ് എന്ന് മാത്രം വരികയും സ്വർണം പൂശിയ ഭാഗമെന്ന് പോവുകയും ചെയ്തത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എഴുതിയ ഫയലിലാണ്. അതായത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എന്ന് പറയുന്നത് എൻ വാസു ആണ്. അതുകൊണ്ട് എൻ വാസു തുടക്കത്തിൽ പറഞ്ഞത് പോലല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാവുകയാണ്. ആദ്യത്തെ FIRലുള്ള ദേവസ്വം കമ്മീഷണറല്ല രണ്ടാമത്തെ FIRൽ വരുന്നത്. അതുകൊണ്ടാണ് എൻ വാസുവിൻ്റെ ഇടപാടുകൾ പ്രത്യേകമായി തന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുകയും ചെയ്തത്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥനും ഏത് തരത്തിലാണ് സ്വർണത്തെ ചെമ്പാക്കാൻ ഇടപെട്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെടുന്നു. ഇനിയാണ് മറ്റു നേതാക്കൾ, രാഷ്ട്രീയ എത്രത്തോളം ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്, എത്ര ഉന്നതർ ഇതിൽ പങ്കാളികളാണ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. SIT അന്വേഷണം റിപ്പോർട്ട് SIT അന്വേഷണം തുടരും.